വാഴ 1, വാഴ 2 ഈ രണ്ട് സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് വാഴ 2. പക്ഷെങ്കിൽ ഈ ഒരു സിനിമയിൽ ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നിയ ഒരു സീൻ ഉണ്ടായിരുന്നു. അതായിരുന്നു തിയേറ്റർ സീന്. ഒരു പോലീസുകാരനെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന, അമ്മയ്ക്ക് വിളിക്കുന്ന, കുറേയധികം തെറി അഭിഷേകം നടത്തുന്ന ആ ഒരു സീൻ കണ്ടപ്പോൾ എന്തോ ഒരു ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. ചിത്രത്തിലെ ഏക നെഗറ്റീവായിട്ട് തോന്നിയ ഒരു സീനായിരുന്നു അത്. അതൊഴിച്ചു നിർത്തിയാൽ ചിത്രം അടിപൊളിയായിരുന്നു, കണ്ടിരിക്കാൻ കൊള്ളാവുന്ന നല്ല ഒരു സിനിമ. ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികളുടെ നെഗറ്റീവ് സൈഡുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഡയറക്ടർ ശക്തമായ രീതിയിൽ ഈ ഒരു സിനിമയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്നായിരുന്നു ആ ഒരു തിയേറ്റർ സീനിലെ തെറിവിളികളും കാര്യങ്ങളും. ഒരു ആൾ ഒരു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഉടനെ തന്നെ അതിനടിയിൽ കയറി അവരുടെ വീട്ടിലിരിക്കുന്നവരെ പച്ചയ്ക്ക് തെറി വിളിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴുള്ളത്. ആ ഒരു നെഗറ്റീവ് ചൂണ്ടിക്കാണിച്ചെങ്കിലും അതൊരു അവാർഡായിട്ട് കണ്ട് ആസ്വദിക്കുന്ന ജനറേഷനെയാണ് ഇപ്പം കാണാൻ കഴിയുന്നത്. ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറഞ്ഞെങ്കിലും ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾ ആ ഒരു സീൻ കാണാനായിട്ട്, റിപ്പീറ്റ് അടിച്ച് കാണാനായിട്ട് തിയേറ്ററിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സിനിമയിലെ ഏക നെഗറ്റീവായിട്ട് തോന്നിയ ഒരു സീനായിരുന്നു ആ ഒരു തിയേറ്റർ സീന്. ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറഞ്ഞിരിക്കുന്ന ആ ഒരു സീന് OTT റിലീസിന് ശേഷം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ വാഴ എന്ന സിനിമ കണ്ട പ്രേക്ഷകർ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു തിയേറ്റർ സീനിനെ പറ്റിയുള്ള നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.